എൻ്റെ പേര് മഞ്ജു. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശു ക്രിസ്തു നമ്മളെ വളരെയധികം സ്നേഹിക്കുന്നു അല്ലെ. വീണു പോയിരുന്ന മനുഷ്യരെ തേടിയെത്തിയതാണ് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് അല്ലെ. നമുക്കറിയാം, നമ്മളെ മനുഷ്യവർഗത്തെ യേശു ക്രിസ്തു സൃഷ്ടിച്ചപ്പോൾ നമ്മളുടെ ഉള്ളിൽ പാവം ഉണ്ടായിരുന്നില്ല. കാരണം ദൈവത്തിന് പാവം ചെയ്യാൻ സാധിക്കത്തില്ല. ദൈവം നമ്മളെ പാവത്തോടുകൂടി അല്ല സൃഷ്ടിച്ച് ലോകത്തിലേക്ക് വന്നത്. അത് പാപം മനുഷ്യന്റെ ജീവിതത്തിലേക്ക് വരുന്നത് നമുക്കറിയാം ഈ ഏദൻ തോട്ടത്തിൽ വെച്ചാണ് അല്ലെ. പിശാച് തന്റെ വക്രബുദ്ധി കൊണ്ട് മനുഷ്യനെ ചതിച്ചപ്പോൾ പറ്റിയതാണ്. അപ്പോൾ നമ്മള് ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ നമ്മൾ എന്ന് പറയുമ്പോൾ ആടത്തിന്റെ ഈവിന്റെ കാര്യം പറയുന്നത്, ആടത്തിന്റെ ഈവിന്റെ മക്കളായിട്ട് വന്നവരെ പറ്റിയല്ല പറയുന്നത്. ആടവും ഈവും ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ ദൈവം അവരെ സൃഷ്ടിച്ചപ്പോൾ, ലോകത്തിലേക്ക് വന്നല്ല, ദൈവം അവരെ സൃഷ്ടിച്ചപ്പോൾ അല്ലെ, അവർക്ക് പാവമൊന്നും ഉണ്ടായിരുന്നില്ല. ദൈവത്തിന്റെ ഗ്ലോറി കൊണ്ട് അവരെ കവർ ചെയ്തിരുന്നു. അവരുടെ ഉള്ളിൽ ജീവിതം ഉണ്ടായിരുന്നു, ജീവൻ ഉണ്ടായിരുന്നു. കാരണം അവര് ദൈവവുമായിട്ട് കണക്റ്റഡ് ആയിരുന്നു ആ സമയത്ത്. പക്ഷെ തൻ്റെ കണ്ണിങ് നേച്ചർ കൊണ്ട് സൈറ്റൻ ആടത്തെയും ഈവനെയും വീഴിക്കുകയും അല്ലെ, പറഞ്ഞു പറ്റിച്ച് ചതിച്ച് വീഴിക്കുകയും അവർക്ക് ആടത്തിന് ഈവനും ഉണ്ടായിരുന്ന എല്ലാം നഷ്ടപ്പെടുത്തി കളയുകയും ചെയ്തില്ല. ജീവിതവും ദൈവത്തിന്റെ പ്രസൻസും ഗ്ലോറിയും എല്ലാം നഷ്ടപ്പെട്ടു പോയി അല്ലെ. അവിടം കൊണ്ടൊന്നും പിശാച് അടങ്ങിയിരിക്കാൻ താല്പര്യം കാണിച്ചവനല്ല. മനുഷ്യവർഗത്തെ ഇന്ന് കണ്ട പോലെ അത്രയ്ക്ക് നാശത്തിലേക്ക് അല്ലെ, നമ്മൾ എന്ത് പറഞ്ഞാൽ അറയ്ക്കുന്ന രീതിയിലുള്ള കാര്യം ചെയ്യുന്ന വ്യക്തികളുണ്ട് സമൂഹത്തിൽ അല്ലെ. അങ്ങനെ ഉള്ള ഒരു അവസ്ഥയിലേക്ക് മനുഷ്യവർഗത്തെ കൊണ്ടെത്തിച്ചവനാണ് പിശാച്. അപ്പോ അവൻ കണ്ണിങ് ആയിട്ടുള്ള ആളാണ്, അവൻ വളരെ മോശപ്പെട്ടവനാണ്. അപ്പൊ വെറുതെ ഇരിക്കത്തില്ല അല്ലെ, അവൻ ഒരിക്കൽ പോലും വെറുതെ ഇരിക്കത്തില്ല. യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് നമ്മൾക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടു പോയോ, ഗാർഡൻ ഓഫ് ഈഡനില്ല, അതെല്ലാം തിരിച്ചു തരുന്നതിന് വേണ്ടിയാണ്. അതെല്ലാം തിരിച്ചു തന്നിരിക്കുകയാണ്. അപ്പോ നമ്മൾക്ക് യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം എല്ലാം ദൈവം തിരിച്ചു തന്നിരിക്കുന്നു. യേശുവിൽ വിശ്വസിക്കാതെ ഇരിക്കുന്ന വ്യക്തികൾ ഇന്നും വീണ് കിടക്കുന്ന അവസ്ഥയിൽ തന്നെയാണ് അല്ലെ. അപ്പോ യേശു നമ്മൾക്ക് തന്നിരിക്കുന്ന എല്ലാത്തിനെയും പിന്നെയും നശിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെ, നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന അവകാശത്തെ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി അല്ലെ. അന്ന് ഗാർഡൻ ഓഫ് ഈഡനിൽ വെച്ച് ചെയ്തപോലെ, ഏദൻ തോട്ടത്തിൽ വെച്ച് ചെയ്ത പോലെ ദൈവത്തിന്റെ പ്രസൻസും ഏദൻ തോട്ടവും ഈ ലോകം മൊത്തവും അല്ലെ ആടത്തിന് ഈവൻ ദൈവം കൊടുത്തിരുന്നാണെങ്കിൽ അതെല്ലാം അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചു വലിച്ച് മാറ്റിയവനാണ് പിശാച്. അതേ തന്ത്രവുമായിട്ട് അവൻ ഇനിയും വരും നമ്മളുടെ അടുത്തേക്ക് അല്ലെ. അപ്പൊ അത് മനസ്സിലാക്കുക എന്നാണ് ദൈവം നമ്മളോട് പറയുന്നത്. അപ്പൊ അത് മനസ്സിലാക്കി പെരുമാറുക, നമ്മൾ ഒന്നിലും ചെന്ന് വീണു പോകാതിരിക്കട്ടെ അല്ലെ. അപ്പൊ അതിനെപ്പറ്റി എനിക്ക് പറയുള്ളൂ. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാം. കർത്താവ് സമയത്ത് നന്ദി പറയും. താങ്ക് യു ജീസസ് മാസ്റ്റർ. അങ്ങയുടെ നന്മയ്ക്കായിട്ട്, അങ്ങയുടെ സ്നേഹത്തിനായിട്ട്, അങ്ങയുടെ കൃപയ്ക്കായിട്ട്, ഞങ്ങളെ തേടിയെത്തിയ സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്ന കർത്താവ് ഫാദർ, ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമെന്ന് അപേക്ഷിക്കുന്നത് അങ്ങയിലേക്ക്. കർത്താവെ, അങ്ങയിലേക്ക് ഞങ്ങളുടെ കണ്ണുകൾ തുറക്കുകയും അങ്ങയുടെ ബ്യൂട്ടിയിൽ ഞങ്ങൾ മതിമറന്നവരായിരിക്കട്ടെ കർത്താവ് ഫാദർ ഗാഡ്. ഈ ലോകത്തിലേക്ക് ഞങ്ങളുടെ കണ്ണുകളെ അടച്ചിരിക്കട്ടെ കർത്താവ് ഫാദർ ഗാഡ്. മാസ്റ്റർ, ഈ ലോകത്തിലെ ഒരു കാര്യവും ഞങ്ങളെ ടെംപ്റ്റ് ചെയ്യാനുള്ള അതിനൊന്നിനും ഒരു കഴിവില്ലാതിരിക്കട്ടെ, ഒരു ശക്തി ഇല്ലാതിരിക്കട്ടെ കർത്താവെ. ഞങ്ങൾ അങ്ങയുടെ മാസ്മരികതയിൽ കർത്താവ് ലോഡ് ഫാദർ ഞങ്ങൾ മതിമറന്നിരിക്കുന്ന വ്യക്തികളായിരിക്കട്ടെ കർത്താവ്. താങ്ക് യു ജീസസ് മാസ്റ്റർ. യേശുവേ, അങ്ങയുടെ മുഖത്തേക്ക് മാത്രം നോക്കിക്കൊണ്ട് കർത്താവെ, അങ്ങന്നുള്ള ദൈവമേ, അങ്ങേ മാത്രം സ്നേഹിച്ചുകൊണ്ട് അങ്ങേക്ക് മാത്രം കൃത്യം തന്നുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികളായിരിക്കട്ടെ ഞങ്ങൾ. താങ്ക് യു ജീസസ് മാസ്റ്റർ. യേശുവിനെ വർഷിപ്പ് യു. യേശുവിൻ നാമത്തിൽ ഇന്ന് സംസാരിക്കണം. യേശുവിൻ നാമത്തിൽ ആമേൻ. നമുക്കിത് ഒന്നാമത്തെ രാജാക്കന്മാരിലേക്ക് പോകാം. ഒന്നാമത്തെ രാജാക്കന്മാരുടെ 21ാമത്തെ ചാപ്റ്ററിന്റെ 1 തൊട്ട് 7 വരെ വായിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു. പക്ഷെ ചാപ്റ്റർ മൊത്തം വായിക്കാൻ അപേക്ഷിക്കുന്നു. ജസബലിന്റെയും ആഹാബിന്റെയും കഥയാണ്. അപ്പോ നിങ്ങളൊന്ന് വായിക്കണമെന്ന് ഞാൻ താല്പര്യപ്പെടുന്നു, നിങ്ങൾ അപേക്ഷിക്കുന്നു. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഒന്ന് വായിക്കാം. അപ്പോ നമുക്കറിയാം, ആഹാബിനെ സംബന്ധിച്ചിടത്തോളം അയാളായിരുന്നു ഏറ്റവും മോശപ്പെട്ട രാജാവ് അല്ലെ. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മോശപ്പെട്ട രാജാവ് ആഹാബ് മഹാ മോശപ്പെട്ട ആളായിരുന്നു അല്ലെ. അദ്ദേഹത്തിന്റെ വൈഫ് ജസബൽ ആണെങ്കിൽ പറയാതിരിക്കുക നല്ലത്. അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു ജസബലും. അപ്പൊ നബോത്ത് എന്ന പേരുള്ള ഒരു വ്യക്തിയോട് ചെയ്ത കൊടും ക്രൂരതയെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് വായിക്കാൻ തുടങ്ങാം. നമ്മൾ വിചാരിക്കുക എന്തിനാണ് ഓൾഡ് ടെസ്റ്റ്മെന്റ് വായിക്കുന്നത് അല്ലെ. ചിലരെങ്കിലും വിചാരിക്കുക ഓൾഡ് ടെസ്റ്റ്മെന്റ് നമുക്കുള്ളതല്ല, വിശ്വാസികൾ, യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തികൾക്കുള്ളതല്ലെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. ഓൾഡ് ടെസ്റ്റ്മെന്റ് പോലും വായിക്കാത്ത, പഠിപ്പിക്കാത്ത ചർച്ചകളും ഉണ്ട്. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, എപ്പോഴും ഓൾഡ് ടെസ്റ്റ്മെന്റിനെ പറ്റി ദൈവം യേശുക്രിസ്തു
പറഞ്ഞിരിക്കുന്നത് സ്ക്രിപ്റ്റേഴ്സ് മൊത്തം പറയുന്നത് എന്നെ പറ്റിയാന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ യേശുവിനെ പറ്റി പറയുന്നത് നമ്മൾ അറിയേണ്ടിയിരിക്കേണ്ട കാര്യമാണല്ലോ അല്ലെ. ഓൾഡ് ടെസ്റ്റ്മെന്റ് വരാനിരിക്കുന്നതിന്റെ ഷാഡോ ആയിരുന്നു അല്ലെ. അപ്പൊ നമ്മൾ അറിയണ്ടേ എന്താണ് യേശു ക്രിസ്തുവിനെ പറ്റി എഴുതി വെച്ചിരിക്കുന്നുള്ള കാര്യം അല്ലെ. അപ്പൊ അതിനെപ്പറ്റിയാണ് ചില ആളുകളൊക്കെ പറയാറുണ്ട്, എന്തിനാണ് ഓൾഡ് ടെസ്റ്റ്മെന്റിനെ പറ്റി സംസാരിക്കുന്നത്. എനിവേ, നമ്മൾ ഈ ചാപ്റ്ററിലേക്ക് വരുമ്പോ 1 രാജാക്കന്മാരുടെ 21:1-7 വരെ വായിക്കുകയാണ്. അതിനുശേഷം സംഭവിച്ചത്. അപ്പൊ അതിനുശേഷം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇതിന് മുമ്പിലുള്ള ചാപ്റ്റർ നമുക്കറിയാം. ആഹാബും ഒക്കെ ബെൻഹദാദുമായിട്ട് അല്ലെ, സിറിയൻ കിങ് ബെൻഹദാദുമായിട്ട് യുദ്ധത്തിന് പോകുന്നു. എന്നാൽ ബെൻഹദാദിനെ കൊന്നുകളയണം എന്നാണ് ദൈവത്തിന്റെ കൽപ്പന. പക്ഷെ ആഹാബ് അത് ചെയ്യുന്നില്ല. എന്റെ സഹോദരനാന്നൊക്കെ പറഞ്ഞ് തേരിലേക്ക് കൊണ്ടു നടക്കുന്നു. പക്ഷെ ദൈവത്തിന് ഇത് ഇഷ്ടപ്പെടുന്നില്ല. ദൈവം ഒരു പ്രോഫറ്റിനെ വിടുന്നു അല്ലെ ആഹാബിന്റെ അടുത്തേക്ക്, ആഹാബിനെ കണ്ടം ചെയ്യുന്നുണ്ട്. അതൊക്കെ എല്ലാം കഴിഞ്ഞതിന് ശേഷം വരുന്ന കാര്യമാണിത്. ഇനി അതിനുശേഷം ഇവിടെ പറയുകയാണ്, അതിന്റെ ശേഷം സംഭവിച്ചത്, ഇസ്രായേലിയനായ നബോത്തിന് ഇസ്രായേലിൽ ശമര്യ രാജാവായ ആഹാബിന്റെ അരമനയുടെ സമീപത്ത് ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. ആഹാബ് നബോത്തിനോട്, നിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് ചീരത്തോട്ടം ആക്കുവാൻ തരണം, അത് എന്റെ അരമനയ്ക്ക് സമീപമല്ലോ. അതിനു പകരം ഞാൻ അതിനേക്കാൾ വിശാലമായൊരു മുന്തിരിത്തോട്ടം നിനക്ക് തരാം. അല്ല, നിനക്ക് സമ്മതമെങ്കിൽ ഞാൻ അതിന്റെ വില നിനക്ക് പണമായിട്ട് തരാം എന്ന് പറഞ്ഞു. നബോത്ത് ആഹാബിനോട്, ഞാൻ എന്റെ പിതാക്കന്മാരുടെ അവകാശം നിനക്ക് തരുവാൻ യഹോവ സംഗതി വരുത്തരുതേ എന്ന് ഞാൻ പറഞ്ഞു. സംഗതി വരുത്തരുതേ എന്ന് പറഞ്ഞു. ഇസ്രായേൽക്കാരനായ നബോത്ത്, എന്റെ പിതാക്കന്മാരുടെ അവകാശം ഞാൻ നിനക്ക് തരികയില്ല എന്നു തന്നോട് പറഞ്ഞ വാക്കു നിമിത്തം ആഹാബ് വ്യസനവും നീരസവും പൂണ്ട് തന്റെ അരമനയിലേക്ക് ചെന്നു. ഭക്ഷണമൊന്നും കഴിക്കാതെ കട്ടിൽമേൽ മുഖം തിരിച്ചു കിടന്നു. അപ്പോ അവന്റെ ഭാര്യ ഇസബേൽ അവന്റെ അടുക്കൽ വന്ന്, ഭക്ഷണം ഒന്നും കഴിക്കാതെ ഇത്ര വ്യസനിച്ചിരിക്കുന്നു എന്ത് എന്ന് അവനോട് ചോദിച്ചു. അവൻ അവളോട്, ഞാൻ ഇസ്രായേലിയനായ നബോത്തിനോട്, നിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് വിലയ്ക്ക് തരണം. അല്ല, നിനക്ക് സമ്മതമെങ്കിൽ അതിന് പകരം വേറെ മുന്തിരിത്തോട്ടം ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞു. എന്നാൽ അവൻ എന്റെ മുന്തിരിത്തോട്ടം നിനക്ക് തരികയില്ല എന്ന് പറഞ്ഞത് കൊണ്ടത്രേ എന്ന് പറഞ്ഞു. അവന്റെ ഭാര്യ ഇസബേൽ അവനോട്, നീ ഇന്നു ഇസ്രായേലിൽ രാജ്യഭരണം വഹിക്കുന്നുവോ? എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കാൻ, നിന്റെ മനസ്സ് തെളിയട്ടെ. ഇസ്രായേലിനായ നബോത്തിന്റെ മുന്തിരിത്തോട്ടം ഞാൻ നിനക്ക് തരും എന്ന് പറഞ്ഞു. അപ്പോ ഈ കഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നബോത്ത് വളരെ ദൈവത്തിൽ വിശ്വസിക്കുന്ന, ദൈവത്തിന്റെ കൽപ്പന, റൈറ്റസ് എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് യേശുക്രിസ്തു തന്നിരിക്കുന്ന റൈറ്റസ്നെസ്സിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. എന്താ പറയുക, ഒരു നീതിന്യായ ബോധമുള്ള ഒരു വ്യക്തിയായിരുന്നു അല്ലെ. ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തിന്റെ കൽപ്പന പാലിക്കാൻ താല്പര്യപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു അല്ലെ. കൂടുതൽ പണം തരാമെന്നല്ല, പണം തരാമെന്ന് പറഞ്ഞിട്ട് പോലും വേറെ ഒരു മുന്തിരിത്തോപ്പ് തരാമെന്ന് പറഞ്ഞിട്ട് പോലും അത് കേൾക്കാതെ ദൈവം ഇസ്രായേലിന് കൊടുത്ത ആ ഒരു എന്താ പറയുക ലോയിൽ തന്നെ ഉറച്ചു നിന്ന ഒരു വ്യക്തി അല്ലെ. അപ്പൊ നമുക്കറിയാം, നമ്മള് നമ്പേഴ്സിലേക്ക് പോകുമ്പോൾ, സംഖ്യാപുസ്തകത്തിലേക്ക് പോകുമ്പോൾ കാണാൻ പറ്റും. 36-ാമത്തെ ചാപ്റ്ററിൽ 7 തൊട്ട് 9 വരെയുള്ള വാക്കുകൾ വായിക്കുമ്പോൾ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്ന ദൈവം, ഒരു ട്രൈബിൽ നിന്ന് അവരുടെ പ്രോപ്പർട്ടി വേറെ ട്രൈബിലേക്ക് പോകരുത് അല്ലെ. ഇപ്പൊ ഒരാൾക്ക് ആൺമക്കളില്ല, പെൺമക്കൾ മാത്രമേ ഉള്ളെങ്കിൽ പോലും ആ പെൺമക്കൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ ട്രൈബിൽ നിന്ന് മാത്രമേ അവര് ആ ഗോത്രവർഗം അല്ലെ, അതിൽ നിന്ന് മാത്രമേ ഉള്ളവർക്ക് വിവാഹം കഴിക്കാനുള്ള അവകാശം ദൈവം കൊടുത്തിട്ടുള്ളൂ അല്ലെ. കാരണം ഇവരുടെ ഇൻഹെറിറ്റൻസ് അവരുടെ ട്രൈബിൽ തന്നെ നിൽക്കണം എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു. ആ ഇൻഹെറിറ്റൻസ് എന്ന് പറയുമ്പോൾ അത് അവരുടെ ഐഡന്റിറ്റിയാണ് അല്ലെ. ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ ലീവൈറ്റ്സിനെ പറ്റി പറയാം, ലേവി ഗോത്രത്തിൽപ്പെട്ടവരെ പറ്റി പറയുവാണെങ്കിൽ അവര് പുരോഹിതന്മാരാണ്, അത് അവരുടെ ഐഡന്റിറ്റിയാണ് അല്ലെ. എന്താ പറയുക, ജൂഡയിൽ നിന്നുള്ളവരെന്ന് പറയുമ്പോൾ അവര് ഭരിക്കാനുള്ളവരാണ് അല്ലെ. ജൂഡയിൽ നിന്നാണ് രാജാവ് വരുന്നത് അല്ലെ. അപ്പോ ജൂഡയിലേക്കാണ് യേശുക്രിസ്തു വന്നത്. അപ്പൊ അവര് ഭരിക്കുന്ന വ്യക്തിയാണ്. എഫ്രൈം ആണെങ്കിൽ വേറൊരു രീതിയിൽ അല്ലെ. അപ്പൊ അങ്ങനെയാകുമ്പോ ഓരോ ട്രൈബിനും അതിൻ്റെതായിട്ടുള്ള ഐഡന്റിറ്റി ദൈവം കൊടുത്തു. അത് അവരുടെ ഇൻഹെറിറ്റൻസ് ആണ്, അവരുടെ പേരാണ്, അവര് അങ്ങനെയാണ് അല്ലെ. അപ്പോ എന്താ പറയാ, കേലബൊക്കെ ജൂഡയിൽ നിന്ന് വന്നവരാണ്, ബെസലേൽ ജൂഡയിൽ നിന്നുണ്ടായിരുന്ന വ്യക്തിയാണ്. അപ്പൊ അവരിലെ ഒരു ലീഡർഷിപ്പ് പൊസിഷനിൽ നിൽക്കുന്ന ഒരു ആൾക്കാരാണ് അല്ലെ. അപ്പൊ അതാണ് അവരുടെ ഐഡന്റിറ്റി, അതാണ് അവരുടെ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. അപ്പൊ അതിൽ നിന്ന് എന്താ പറയാ, അവരുടെ ഇൻഹെറിറ്റൻസ്, അവരുടെ എന്താ പറയുക പേര് എന്നുള്ളതും പിന്നെ അവരുടെ പ്രോപ്പർട്ടി അല്ല, അവരുടെ ലാൻഡ് എന്നുള്ളതും അത് അങ്ങോട്ടും
ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്ത് കളയാൻ ദൈവം താല്പര്യപ്പെടില്ല. അപ്പൊ അതുകൊണ്ടാണ് നബോത്ത് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, എന്റെ പിതാക്കന്മാരുടെ അവകാശം നിനക്ക് തരാൻ യഹോവ സംഗതി വരുത്തരുത് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ പിതാക്കന്മാർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന എന്റെ ഇൻഹെറിറ്റൻസ്, അവകാശം ഞാൻ നിനക്ക് തരാൻ ഉദ്ദേശിക്കുന്നില്ല, അത് തരരുത്. കാര്യം അത് ദൈവത്തിന്റെ കൽപ്പനയാണ്. അപ്പൊ ആഹാബ് രാജാവാണെങ്കിൽ പോലും, ഇസ്രായേലിന്റെ രാജാവാണെങ്കിൽ പോലും, പക്ഷെ ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് എതിരായിട്ട് നിൽക്കുന്നവനാണ്. എന്നിട്ട് ആഹാബ് എന്താ പറയുക, ഇവിടെ നബോത്തിന് വാഗ്ദത്തങ്ങൾ കൊടുക്കുക, അല്ലെ, ഞാൻ നിനക്ക് വേറൊരു ഭൂമി തരാം, വേറൊരു എന്താ പറയുക മുന്തിരിത്തോപ്പ് തരാം, അല്ലെങ്കിൽ നിനക്ക് എന്നെ പറ്റി കാശ് തരാം. പല രീതിയിൽ നബോത്തിനെ ഇങ്ങനെ എന്താ പറയുക ഒന്ന് ചഞ്ചലപ്പെടുത്തുന്നതിന് വേണ്ടി, പ്രലോഭിപ്പിക്കുന്നതിന് വേണ്ടി ആഹാബ് ശ്രമിക്കുകയാണ്. പക്ഷെ അപ്പൊ നബോത്ത് അത് സമ്മതിക്കുന്നില്ല. പക്ഷെ ജസബൽ ഏറ്റെടുത്ത ആ കാര്യം, ജസബൽ അവളുടെ വിക്കഡ്നെസ്സിൽ, അവളുടെ ക്രൂരമായിട്ടുള്ള മനസ്സിൽ അവളൊരു പ്ലാൻ ഉണ്ടാക്കുന്നു. ആഹാബാണ് എഴുതുന്നുള്ള രീതിയിൽ ജസബൽ തന്നെ ഒരു ലെറ്റർ എഴുതിയിട്ട് അത് ആ സിറ്റിയിലുള്ള ആൾക്കാർക്ക്, അവിടുത്തെ നോബിൾസിനും അവിടുത്തെ എൽഡേഴ്സിനും എല്ലാം കൊടുക്കുന്നു, അല്ലെ, മൂപ്പന്മാർക്കെല്ലാം കൊടുക്കുന്നു. മൂപ്പന്മാർ ഇവരെക്കാളും മോശപ്പെട്ടവരായിരുന്നു. അപ്പൊ അവര് ലെറ്ററിൽ ജസബൽ ഇങ്ങനെ എഴുതുന്ന ഒരു ഫാസ്റ്റിംഗ് പ്രെയർ വിളിച്ചു കൂട്ടണം, അതില് നബോത്തിനൊരു പ്രധാന സ്ഥാനം കൊടുക്കണം ഇരിക്കുന്നതിന് വേണ്ടി. അവിടെ നിങ്ങൾ എല്ലാവരും മുമ്പ് വെച്ച നബോത്തിനെ നിങ്ങൾ എന്താ എതിരായിട്ട്, നബോത്തിനെതിരായിട്ട് സംസാരിക്കണം. അതായത് ദൈവദോഷം പറഞ്ഞു, രാജാവിനെതിരായിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് നിങ്ങൾ കല്ലെറിഞ്ഞു കൊല്ലണം. അപ്പൊ അങ്ങനെ തന്നെ ഇവര് ചെയ്യുക തന്നെ ചെയ്തു. അപ്പൊ ജസബലിനേക്കാളും മോശപ്പെട്ടവരായിരുന്നു ആ സമൂഹത്തിലുള്ള വ്യക്തികൾ എന്ന് ചുരുക്കമില്ല. അപ്പൊ പാവം ഈ മനുഷ്യന് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് അദ്ദേഹത്തിന്റെ ജീവിതം നഷ്ടപ്പെട്ടു, അവകാശവും നഷ്ടപ്പെട്ടു, അല്ലെ, അദ്ദേഹത്തിന് എല്ലാം നഷ്ടപ്പെട്ടു. ഇത് തന്നെയല്ലേ പിശാചി മനുഷ്യവർഗത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെ. അപ്പൊ ദൈവം നമ്മളോട് ഇതാ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ വീണു പോകാൻ ഇടവരുത്തരുത്, അല്ലെ, നമ്മളായിട്ട് തന്നെ ഇടവരുത്തരുത്. ഇവിടെ നബോത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സ്വന്തമായിട്ട് വീണതല്ല, അദ്ദേഹത്തെ വീഴ്ച അനുസരിച്ച്. അത് തന്നെയാണ് എന്താ പറയുക, ഏദൻ തോട്ടത്തിൽ വെച്ച് പിശാച് മനുഷ്യരെ ചെയ്യിപ്പിച്ച പരിപാടി ഇത്, വീഴിക്കുക, അല്ലെ, വെട്ടിലാക്കി വീഴിപ്പിക്കുക തന്നെ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഇനി ജേക്കബ് ഐസക്കിന്റെ 2 മക്കൾ, അല്ലെ, ഈസോയും ജേക്കബും. ഈസോ എന്താ പറഞ്ഞ തന്റെ ജഡത്തിന്റെ സ്വഭാവം കൊണ്ട് തന്റെ ബർത്ത് റൈറ്റ്, തന്റെ ആദിജാതൻ എന്നുള്ള ആ ഒരു ബർത്ത് റൈറ്റ് അത് വേണ്ടെന്ന് വെച്ചൊരു വ്യക്തിയാണ്, അല്ലെ. അപ്പൊ അദ്ദേഹം പിന്നെ കരഞ്ഞപേക്ഷിച്ച് തിരിച്ചു കിട്ടാൻ വേണ്ടി കരഞ്ഞപേക്ഷിച്ചപ്പോൾ, നമ്മളിപ്പോ എബ്രായ ലേഖനത്തിൽ 12ാമത്തെ ചാപ്റ്ററിൽ പോകുമ്പോൾ നമ്മൾ വായിക്കുന്ന കാര്യം, അദ്ദേഹം പിന്നെ കരഞ്ഞപേക്ഷിച്ചിട്ട് പോലും പക്ഷെ അദ്ദേഹത്തെ തിരിച്ചു കിട്ടിയില്ല. അപ്പൊ അവിടെ നമുക്ക് ഇവിടെ 2 കാര്യങ്ങളെ കാണാൻ പറ്റുന്നത്. ഇപ്പൊ ആഹാബിനെ സംബന്ധിച്ചിടത്തോളം ആഹാബ് ചെയ്തത് നബോത്തിന്റെ അവകാശത്തെ പിടിച്ചെടുക്കുക തന്നെ ചെയ്തു, അല്ലെ. ദുഷ്ടനായിട്ടുള്ള ആഹാബ്, ശത്രു, അല്ലെ, പിശാച് പിടിച്ചടക്കിയ പോലെ, ആദത്തിന്റെ ഈവിന്റെയും അവകാശങ്ങളെ മൊത്തം അവൻ പിടിച്ച് എടുത്തതുപോലെ. പക്ഷെ ഇനി ഈസോനെ സംബന്ധിച്ചിടത്തോളം ജേക്കബിന്റെ ബ്രദറായിട്ടുള്ള ഈസോ, അല്ലെ, യേശാവ് എന്നല്ല പറയുന്നത്, ഈസോ എന്താ ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാല് തന്റെ ഇൻഹെറിറ്റൻസിനെ വേണ്ടെന്ന് വെക്കുക ചെയ്തത്, അല്ലെ. ജഡത്തിന്റെ സ്വഭാവം കൊണ്ട് വേണ്ടെന്ന് വെച്ചു. മറ്റേ കാര്യത്തില്, നബോത്തിന്റെ കാര്യത്തില് പിശാച് പിടിച്ചെടുക്കുക തന്നെ ചെയ്തു. അപ്പൊ അങ്ങനെയാണെങ്കിൽ എങ്ങനെയെന്ന് പറയാം, നമ്മുടെ ഇൻഹെറിറ്റൻസ്, നമ്മുടെ ഐഡന്റിറ്റി, നമ്മളുടെ വാല്യൂസ് ഒന്നും തന്നെ നഷ്ടപ്പെട്ടു പോകാൻ നമ്മളായിട്ട് എന്താ കൊടുക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നത്. പിശാചിൽ നിന്ന് നിന്റെ പരിപാടിയിൽ നമുക്ക് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും? യേശുവിലായിരുന്നാല്, അല്ലെ. യേശു നമ്മളുടെ ചുറ്റും ഒരു ഷീൽഡ് പോലെയാണ്. അപ്പൊ പിശാചിന് നമ്മുടെ അടുത്തേക്ക് വരാൻ സാധിക്കത്തില്ല. പക്ഷെ നമ്മള് ഒരു കാല് യേശുവിലും അടുത്ത കാല് ലോകത്തിലുമായിട്ട് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ അവിടെ പ്രൊട്ടക്ഷൻ ഇല്ല നമുക്ക്, അല്ലെ, പ്രൊട്ടക്ഷൻ ഇല്ല. അപ്പൊ നമ്മള് പിശാചിന്റെ വലയിലായി പോവുക തന്നെ ചെയ്യും. അപ്പൊ ദൈവം നമ്മളോട് പറഞ്ഞു, നമ്മുടെ ജഡത്തിന്റെ സ്വഭാവം കൊണ്ടോ അല്ലെങ്കിൽ പിശാചിന്റെ വർക്ക് കൊണ്ടോ നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ളതൊന്നും നഷ്ടപ്പെട്ടു പോകരുത്, അല്ലെ. നമ്മുടെ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ഐഡന്റിറ്റി യേശുവിലുള്ളതും എല്ലാം വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഇൻഹെറിറ്റൻസ് നമുക്കറിയാം. 1 പത്രോസിലേക്ക് പോകുമ്പോൾ 1 ചാപ്റ്റർ ദൈവം ഇങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്.
നമുക്കൊരു അവകാശം ദൈവം തന്നിരിക്കും. യേശുക്രിസ്തുവിന്റെ മരണവും ഉയിർത്തെഴുന്നേൽപ്പും കൊണ്ട് നമ്മൾ വീണു പോയിരുന്ന വ്യക്തികൾക്ക് നമുക്ക് ഇന്നൊരു അവകാശം തന്നിരിക്കുക. അത് സ്വർഗ്ഗത്തിലാ വെച്ചിരിക്കുന്നത്. അത് ഒരു മോത്ത് അല്ലെ പാറ്റയും പല്ലിയും ഒന്നും ഒന്നും തിന്നാതെ ചിതലരിച്ച് പോകാതെ ഇരിക്കുന്ന അല്ലെ അൺഡിഫൈൽഡ് ആയിട്ടുള്ള ഒരു ഇൻഹെറിറ്റൻസ് നമുക്കായിട്ട് ദൈവം വെച്ചിരിക്കുന്നു എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവം നമ്മൾക്ക് അവകാശം തരുന്നവനാണ് അല്ലെ. ദൈവത്തിലാണ് നമ്മൾ ഉള്ളത് അല്ലെ. നമ്മൾ റോയൽ പ്രീസ്റ്റ്ഹുഡ് ആൻഡ് ഹോളി നേഷനാണ് അല്ലെ. ലേവൈറ്റ്സിനോട് ദൈവം പറഞ്ഞത് ഞാനാണ് നിങ്ങളുടെ അവകാശം എന്ന് പറഞ്ഞതുപോലെ നമ്മളെ ദൈവം വീണു പോയിരുന്ന വ്യക്തിയിൽ നിന്ന് റോയൽ പ്രീസ്റ്റ്ഹുഡും ഹോളി നേഷനും ആക്കിയിട്ട് ദൈവം തന്നെ നമ്മുടെ അവകാശമായിരിക്കുകയൊക്കെ നമുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ഐഡന്റിറ്റി, നമ്മുടെ കോളിങ്, ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ്, നമ്മുടെ കോളിങ്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒന്നുപോലും നഷ്ടപ്പെട്ടു പോകാനുള്ള ഇടപെട്ടൽ നമ്മുടെ കോളിങ്ങിന്റെ അതിൽ നിന്നുകൊണ്ട് നമ്മൾ ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്ന വർക്ക് നമ്മൾ ചെയ്യുമ്പോൾ അവിടെ പ്രൊട്ടക്ഷൻ ഉണ്ടാകും അല്ലെ. അല്ലാതെ ദൈവം പറയാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നെങ്കിൽ, പറയാത്ത കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ പോകുന്നെങ്കിൽ അവിടെ ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാകും, നമ്മൾ വീണു പോകുക തന്നെ ചെയ്യും. അപ്പൊ ദൈവം നമ്മോട് പറയുന്നത് പിശാചിനാൽ എന്താ പറയുക ടെംപ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തികളാകരുത്. പിന്നെ അടുത്ത കാര്യം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈസോനെ പോലെ തൻ്റെ ജഡത്തിന്റെ സ്വഭാവം കൊണ്ടും വീണു പോകുന്ന വ്യക്തികളായിരിക്കരുത് എന്ന് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുക. വളരെയധികം കെയർഫുൾ ആയിരിക്കുന്ന വ്യക്തികളായിരിക്കും. പിശാച് പലതുമായിട്ട് വരും. നമ്മൾ ജഡത്തിന്റെ സ്വഭാവത്തിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ പിശാച് അവൻ അത് മുതലെടുക്കുക തന്നെ ചെയ്യും അല്ലെ. ഇൻഹെറിറ്റൻസ് അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കാര്യം കൂടെ പറയുക, ഡീപ്പായിട്ട് പോകുന്നില്ല, പക്ഷെ ഒരു കാര്യം കൂടെ പറയുക, അത് എത്ര പേര് അത് അക്സെപ്റ്റ് ചെയ്യും, സ്വീകരിക്കും എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്നാലും ഞാൻ പറയുക, നമ്മുടെ സ്പിരിച്വൽ റിലംസ്, നമ്മുടെ സ്പിരിച്വൽ റിലംസ് എന്ന് പറയാൻ പറ്റും, നമ്മുടെ ഇറ്റേണിറ്റി ലൈഫിൽ അല്ലെ, അങ്ങനെ പറയട്ടെ, ഇറ്റേണിറ്റി ലൈഫിലും നമ്മൾക്ക് ഓരോ ട്രൈബുകൾ ഉണ്ടായിരിക്കും. അവിടെ നമുക്ക് ഇൻഹെറിറ്റൻസുകളും ഉണ്ടായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രൈബുകൾ ഉണ്ടായി, നമ്മൾ ഓരോ ട്രൈബിന്റെ പാർട്ടായിരിക്കും. ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് വെച്ച് കഴിഞ്ഞാൽ, റോമക്കെഴുതിയ ലേഖനത്തിൽ 1-ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പോകുമ്പോൾ 5-ാമത്തെ വാക്കിൽ ദൈവം ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. ഇംഗ്ലീഷ് ബൈബിളാണെങ്കിൽ 3-ാമത്തെ വാക്കാണിത്, മലയാളം ബൈബിളിൽ 5-ാമത്തെ വാക്കാണ്. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ജഡത്തിൻ പ്രകാരം യേശുക്രിസ്തു ദാവീദിന്റെ സന്തതിയായിട്ട് ജനിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കിയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നുവല്ലോ അല്ലെ. അപ്പൊ മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശുക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചത് കൊണ്ട്, ഹോളി സ്പിരിറ്റ് ഗോഡ് ഉയർത്തെഴുന്നേൽപ്പിച്ചത് ദൈവപുത്രനായിരിക്കുന്നു അല്ലെ. റിസറക്ഷൻ ആയിരിക്കുന്നു, ഗ്ലോറിഫൈഡ് ബോഡി വന്നിരിക്കുന്നു. അപ്പൊ മനുഷ്യനായിട്ട് ലോകത്തുണ്ടായിരുന്നപ്പോ ജൂഡയിലേക്കാണ് ദൈവം വന്നത് അല്ലെ. എന്താ പറയുക, ലയൺ ഓഫ് ജൂഡ എന്നാണല്ലോ യേശുക്രിസ്തുവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ജൂഡയിലേക്കാണ് വന്നിരിക്കുന്നത്. പക്ഷേ വേറൊരു കാര്യം പെട്ടെ, നമ്മൾ വെളിപാടിലേക്ക് 22 പോകുമ്പോഴും യേശുക്രിസ്തു, വെളിപാടിന്റെ 22 എന്ന് പറയുമ്പോൾ അവസാനത്തെ ചാപ്റ്റർ അല്ലെ, അതിലേക്ക് പോകുമ്പോഴും യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ അതിന്റെ കൃത്യമായിട്ട് വാക്ക് പറയുവാണെങ്കിൽ വെളിപ്പാടിന്റെ 22:16 ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. യേശു എന്ന ഞാൻ സഭയ്ക്ക് വേണ്ടി നിങ്ങളോട് ഇത് സാക്ഷീകരിപ്പാൻ എന്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിന്റെ വേരും വംശം ശുഭ്രമായ ഉദയ നക്ഷത്രമാകുന്നു. ഞാൻ ദാവീദിന്റെ വേരും വംശവും ആകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവാണ് ഈ പറയുന്നത് അല്ലെ. ഒരു വിഷൻ വഴി അപ്പോസ്തലൻ ജോണോട് പറഞ്ഞിരിക്കുന്ന, ഉയർത്തെഴുന്നേൽക്കുന്ന യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, ഞാൻ ദാവീദിന്റെ വേരും വംശവുമാകുന്നു എന്ന് പറഞ്ഞിരിക്കുക. എന്ന് വെച്ചു കഴിഞ്ഞാല് താൻ ആയിരുന്നു. അപ്പൊ ദാവീദ് ജൂഡ ഗോത്രത്തിൽപ്പെട്ടവനാണെങ്കിൽ ഇന്നും യേശുക്രിസ്തു അങ്ങനെ തന്നെയാണ് അല്ലെ. അപ്പൊ അതിന് ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ, ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുവാണെങ്കിൽ, നമ്മൾ മത്തായിലേക്ക് പോകുമ്പോൾ 19-ാമത്തെ ചാപ്റ്ററിൽ വരുമ്പോ 19-ാമത്തെ ചാപ്റ്റർ 28-ാമത്തെ വാക്യം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, യേശു അവരോട് പറഞ്ഞു, ശിഷ്യന്മാരോട് പറഞ്ഞു, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജനനത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനങ്ങൾ ഇരുന്നു ഇസ്രായേൽ ഗോത്രം 12നും ന്യായം വിധിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അപ്പോ നമ്മളുടെ വീണ്ടും പുനർജനനത്തെ എന്ന് വെച്ചാൽ ഗ്ലോറിഫൈഡ് ബോഡി ആയിട്ട് നമ്മൾ യേശുവിന്റെ ഒപ്പം തിരിച്ച് 1000 സംവത്സരത്തിന്റെ
എന്താ പറയാ രാജ്യഭരണത്തിനായിട്ട് യേശുക്രിസ്തു വരുമ്പോ രണ്ടാമത് തിരിച്ചു വരുന്ന സമയത്ത് ഈ ശിഷ്യന്മാരോട് പറയും നിങ്ങൾ 12 സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് എന്താ പറയുക ഇസ്രായേൽ ഗോത്രത്തെ 12നെയും നിങ്ങൾ ന്യായം വിധിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്തും ഇസ്രായേൽ ഗോത്രത്തിന്റെ ഈ 12 ട്രൈബുകളിൽപ്പെട്ട ആൾക്കാരുണ്ടായിരിക്കും ജീവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൽ വിശ്വസിക്കാത്ത വ്യക്തികളുണ്ടാവും എന്നല്ല പറഞ്ഞിരിക്കുന്നത് അബദ്ധത്തിൽ വിശ്വസിക്കുന്ന അബദ്ധത്തിൽ നിന്ന് വന്ന വ്യക്തികൾ ഇന്നുമുണ്ട് നമ്മളെ എല്ലാവരെയും എന്താ പറയാ ട്രൈബിലേക്ക് പല ട്രൈബ് ഇസ്രായേലിന്റെ പാർട്ടായിട്ട് ദൈവം കൂട്ടിയിരിക്കുന്നു അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ യേശുവിലാണ് അല്ലെ അങ്ങനെയാകുമ്പോ നമ്മളെല്ലാം യേശു വിശ്വസിക്കുന്ന വ്യക്തികൾ യേശുവിലാകുമ്പോൾ നമ്മൾ ജൂഡ എന്ന ട്രൈബിന്റെ പാർട്ടായിട്ട് വരും പിന്നെ അതുപോലെ തന്നെ പല വേറെ ട്രൈബുകളുടെയും പാർട്ടായിട്ട് നമ്മൾ വരും അല്ലെ ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ ഏതെങ്കിലും ആൾക്ക് എന്താ പറയുക ഡെബോറയെ പോലെ അല്ലെ എന്താ പറയുക സ്പിരിറ്റ് ഓഫ് ഡെബോറ ഉള്ള വ്യക്തികളാണെന്ന് വിചാരിച്ചു കഴിവല്ല ദൈവം വിളിച്ചിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഡെബോറ വന്നത് എഫ്രൈം എന്നുള്ള വംശത്തിൽ നിന്നാണ് അതായത് ജോസഫിന്റെ മക്കൾ അല്ലെ എഫ്രൈം മനുഷ്യായിരുന്നു മൂത്ത പക്ഷെ എന്നാലും എഫ്രൈമിനാണ് ദൈവം എഫ്രൈമിനെയാണ് ദൈവം മനുഷ്യനേക്കാളും വലിയതാക്കിയത് അല്ലെ അപ്പൊ അങ്ങനെ ട്രൈബിൽ നിന്ന് വന്നാണ് ദബോറ അപ്പൊ ഇവര് ഈ ട്രൈബിൽപ്പെട്ടവരായിരിക്കും അങ്ങനെയുള്ള വ്യക്തി ഈ ട്രൈബിൽപ്പെട്ടവരായിരിക്കും ഇപ്പൊ ഇതൊക്കെ വളരെ ഡീപ്പായിട്ടുള്ള കാര്യമാണ് നമുക്കത് ഡീപ്പായിട്ട് നമുക്ക് നമ്മൾ പഠിക്കണം അല്ലെ ഞങ്ങൾക്ക് എല്ലാം പറയുന്നില്ല കാര്യം നമുക്ക് അതല്ല എന്റെ ടോപ്പിക് അല്ലെ എന്നാലും ഇങ്ങനെ ഇത് മാത്രം പറയുമോ യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞുകൊണ്ടല്ലേ യേശു ഇങ്ങനെ പറയുവാണ് നിങ്ങള് പുനർജനനത്തെ നിങ്ങൾ സിംഹാസനത്തിൽ നിന്നുകൊണ്ട് 12 ഗോത്രം നിങ്ങൾ ഭരിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ അല്ലെ അപ്പൊ ഒരു കാര്യം കൂടെ പറയട്ടെ പിശാച് എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ് അപ്പൊ റോമകത്ത് ലേഖനത്തില് തന്നെ 4ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ എബ്രഹാമിനെ പറ്റി ദൈവം പറഞ്ഞിരിക്കുക എബ്രഹാമിന് ദൈവം വാഗ്ദാനം കൊടുത്തിരുന്നതാണ് ഈ ലോകത്തിന്റെ മൊത്തം അവകാശി എബ്രഹാമാവുമെന്ന് എബ്രഹാമിന്റെ സീഡിനും എന്ന് വെച്ചാൽ യേശു ക്രിസ്തുവിനും കൊടുത്തിരിക്കുന്ന ഒരു അവകാശമാണ് അപ്പൊ അങ്ങനെ ലോകം മൊത്തം ഓൾറെഡി യേശുവിനെ തന്നെയാണ് കാരണം യേശു തന്നെയാണ് ഇതെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് യേശു വഴിയാണ് യേശുവിന് വേണ്ടിയാണ് എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ലോകം ഈ എർത്ത് ദൈവത്തിന്റെയാണ് അതിന്റെ ഫുൾനെസ്സും ദൈവത്തിന്റെയാണെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് അപ്പൊ അങ്ങനെയാകുമ്പം യേശുവിന്റെ മുതലാണ് എല്ലാ കാര്യവും അപ്പൊ എന്നിട്ടും പിശാച് വന്നിട്ട് യേശുവിനോട് ചോദിക്കുക നീ എന്നെ നമസ്കരിക്കുവാണ് ഞാൻ ഇതെല്ലാം നിനക്ക് തരാമെന്ന് പറയുക അപ്പൊ അങ്ങനത്തെ ഒഡാസിറ്റി ഉള്ളവനാണ് പിശാച് അപ്പൊ അങ്ങനെയാകുമ്പോ ഇവൻ വെറുതെ വിടുമെന്നൊന്ന് വിചാരിച്ചു നോക്കുക അല്ലെ അപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാല് നമ്മുടെ ഇൻഹെറിറ്റൻസ് നമ്മുടെ ഐഡന്റിറ്റി നമ്മുടെ കോളിങ് എന്നൊക്കെ പറഞ്ഞ് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ ദൈവത്തിൽ നമ്മൾ ആരായിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം വളരെയധികം എന്താ പറയുക ഡീപ്പായിട്ടുള്ള കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഓരോ കാര്യങ്ങളും നമ്മളിവിടെ ചെയ്യുന്നത് അത് നമ്മുടെ ഇറ്റേണിറ്റിനെ വളരെയധികം അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പൊ നമ്മള് എപ്പോഴും മനസ്സിലാക്കിയിരിക്കുക നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി കച്ചകെട്ടി നടക്കുന്നവൻ ഒരുത്തനുണ്ട് പിശാചെന്നും പക്ഷെ നമ്മൾ യേശുവിലായിരുന്നെങ്കിൽ നമ്മളെ ഒന്ന് തൊട്ടുപോലും നോക്കാൻ വേണ്ടി അവന് സാധിക്കത്തില്ല എന്നുമുള്ള കാര്യം മനസ്സിലാക്കുക അപ്പൊ യേശുവിലായിരിക്കുന്ന വ്യക്തികളായിരിക്കും വീണു പോകാതെ അല്ലെ യേശുവിലായിരിക്കുന്ന വ്യക്തികളെ യേശു തന്നെ നോക്കിക്കൊള്ളും അപ്പോൾ നമ്മൾ യേശുവിലായിരിക്കുന്ന വ്യക്തികളായിരിക്കും നമ്മുടെ ജഡത്തിന്റെ സ്വഭാവത്തെ അനുവദിക്കരുത് ഈസോ ചെയ്ത പോലെ ജഡത്തിന്റെ സ്വഭാവം അനുസരിച്ച് വിശന്നപ്പോ തന്റെ ആദിജാതൻ എന്നുള്ള ഒരു അവകാശത്തോട് വേണ്ടെന്ന് വെക്കാൻ താല്പര്യം കാണിച്ച വ്യക്തിയാണ് ഈസോ അങ്ങനെ ആകരുത് നമ്മള് പിശാചിനാൽ നശിപ്പിക്കപ്പെടുന്ന വ്യക്തികളാകരുത് നമ്മൾ അല്ലെ നമ്മള് ദൈവം എന്താ പറയാ നമ്മുടെ അവകാശം മറ്റുള്ളവർക്ക് കൊടുക്കാൻ ദൈവം താല്പര്യപ്പെടുന്നത് നമ്മളതിനെ അനുവദിക്കുന്നുമില്ല അപ്പൊ നമ്മുടെ അവകാശത്തിൽ നിന്നുകൊണ്ട് അല്ലെ ദൈവം തന്നിരിക്കുന്ന ഒരു അവകാശത്തിൽ നിന്നും വീണു പോകാനുള്ള ഇടം വരുത്തരുത് നമ്മൾ യേശുവിലായിരിക്കുന്ന വ്യക്തികളായിരിക്കും അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താം കർത്താവ് സമയത്ത് നന്ദി പറഞ്ഞു കർത്താവ് താങ്ക് യു ജീസസ് മാസ്റ്റർ പ്രേസ് ആൻഡ് വർഷിപ്പ് യു മൈറ്റി ഫാദർ ഗോഡ് താങ്ക് യു ജീസസ് മാസ്റ്റർ പ്രേസ് ആൻഡ് വർഷിപ്പ് യു ബി എക്സോൾട്ടഡ് യു ബി മാഗ്നിഫൈഡ് കർത്താവെ അങ്ങനെ പോലെ ദൈവമെല്ലാം നന്ദി പറയുന്നു കർത്താവ് ലോർഡ് ഫാദർ ഗോഡ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വിളിക്കായിട്ടും ഞങ്ങളുടെ ഐഡന്റിറ്റിക്കായിട്ടും എല്ലാത്തിനായിട്ടും സകല വിധത്തിലുള്ള ബ്ലെസ്സിങ്സിനായിട്ട് കർത്താവ് നന്ദി പറയുന്നു കർത്താവ് യേശുവിന്റെ നാമത്തിന്റെ ആമേ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ള ഞാൻ നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിന്റെ ആമേ ഇത് കേട്ട നന്ദി ദൈവത്തിനകത്ത് മഹത്വം ഉണ്ടാകും